ഓണം എക്സാം ആവാറാകുമ്പോഴേക്ക് നമ്മൾ വേഗം പഠിച്ചു തുടങ്ങും അല്ലേ? അപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് മിനിറ്റിലൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. അതായത് നമ്മുടെ ഓണം എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുമ്പോഴായാലും റിവൈസ് ചെയ്യുമ്പോഴൊക്കെ ആയാലും എൻ്റെ കുട്ടികൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാനും റിവൈസ് ചെയ്യാനൊക്കെ പറ്റും. സോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് മിസ് ഈ ഒരു വീഡിയോയിലോട് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഓണം എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസിൻ്റെ ബേസിസിലാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യം തന്നെ നമുക്ക് ഫിസിക്സിൽ നോക്കാം. അപ്പം നിങ്ങൾക്ക് അറിയാം ഫിസിക്സിൽ നമുക്ക് 40 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് വന്നിട്ടുള്ളത് ഏതാണ്, നമ്മുടെ 40%, അതായത് ഏകദേശം 16 ക്വസ്റ്റ്യൻസോളം നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഏകദേശം 38% വന്നിട്ടുള്ളത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. പിന്നെ ഏറ്റവും കുറവ് പക്ഷേ എന്ന് വെച്ചാൽ തീരെ ക്വസ്റ്റ്യൻസ് വരാതിരുന്നിട്ടുമില്ല നമ്മുടെ ലോസ് ഓഫ് മോഷൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഏറ്റവും ആദ്യം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുക, ദെൻ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് മാർക്ക് കുറയാനുള്ള സാധ്യത നമുക്ക് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. നമുക്ക് ഉള്ള സമയം കൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇനി അടുത്തത് നമ്മളത് കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിലും എഗെയിൻ 40 മാർക്സിനാണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും 45%-നാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണത്തെ ഓണം എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ആവാനാണ് സാധ്യത. കാരണം എപ്പോഴും ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സിന് ചോദിക്കാം. പിന്നെ 40% നമുക്ക് പീരിയോഡിക് ടേബിൾ സെക്കൻഡ് ചാപ്റ്ററിന്, പിന്നെ 15% കെമിക്കൽ ബോണ്ടിങ്ങിന്. അപ്പം ഈ ഒരു ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സ് പഠിക്കാം. പിന്നെ നമ്മുടെ മാത്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സിന് 40 മാർക്കല്ല അല്ലേ, 80 മാർക്കിനുണ്ട്. അപ്പം നമുക്ക് ഏകദേശം 5 ചാപ്റ്റേഴ്സാണ് അല്ലേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 5 ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഈ 27% ചോദിച്ചിട്ടുള്ളത് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. പിന്നെ നമുക്ക് 24% നമ്മുടെ പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. പിന്നെ 23% മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് എന്നാണ്. പിന്നെ നമുക്ക് 21% ന്യൂ നമ്പേഴ്സും, അതുപോലെ തന്നെ 5% ഏറ്റവും ലാസ്റ്റാണ് ഈ ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ചാപ്റ്റർ നോക്കിയാൽ മതി. ഒന്നും സ്കിപ്പ് ചെയ്യണമെന്ന് മിസ് പറയില്ല, പക്ഷേ കഴിയുന്നത്രത്തോളം നിങ്ങൾ കവർ ചെയ്യുക. അങ്ങനെ കവർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ചാപ്റ്റർ പഠിക്കാം. ഇനി അടുത്തത് നമ്മുടെ ബയോളജി. നമുക്ക് 2 ചാപ്റ്റേഴ്സിനാണ് കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ലൈഫ് പ്രോസസ്സും അതുപോലെ തന്നെ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസും. അപ്പോൾ അതിൽ തന്നെ ഈ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് 57%. കാരണം സിമ്പിളാണ്, 2 ചാപ്റ്ററാണ്. നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറുന്നതിന് മുൻപ് ഇത് 2 സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഡൈജഷൻ ഒരു ചാപ്റ്റർ, സർക്കുലേഷൻ ഓഫ് ന്യൂട്രിയൻസ് വേറെ ചാപ്റ്റർ, അതായത് ഹാർട്ടിൻ്റെ ഒക്കെ. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. പിന്നെ ലൈഫ് പ്രോസസ്സിന് 43%. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് പഠിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം 2ഉം പഠിച്ചിട്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മാർക്ക് പോകും. അടുത്തത് നമ്മുടെ സോഷ്യൽ സയൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 6 ചാപ്റ്റേഴ്സാണ് അല്ലേ. നമ്മുടെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നമ്മളിതാ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് 16 to 18% ഉള്ളൂ. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് നമുക്ക് 25 to 31% ഉണ്ട്. പിന്നെ നമുക്ക് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 15 to 19 ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് നാഷണൽ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഏകദേശം നമുക്ക് ഏതാണ് നോക്കുകയാണെങ്കിൽ 6 to 8%, 9 to 28 ആൻഡ് 4 to 19%. അപ്പോൾ ഇതും എല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് അറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് പഠിക്കാം. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം നമുക്കിതാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 to 23% ഡ്രീംസ് റിയലൈസ്ഡ് ഉണ്ട്. പിന്നെ 14 to 30% ഹാഫ് എ ഡേ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 18 to 30% ജനറൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് ആ ലാംഗ്വേജ് സ്കിൽസിൻ്റെ ആ പോർഷന് ചോദിക്കും. പിന്നെ നമുക്ക് 6 to 20% ടോയ്ലറ്റ്, 8 to 15% ഡെപ്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, 11% നമുക്ക് നത്തിങ് ടോയ്സ്. ഓക്കെ ഉള്ളത്. പിന്നെ നമ്മൾ മലയാളം ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ 30% പൊതുവായ ഭാഷാ പ്രവർത്തനങ്ങൾ, 15 to 20 ഉണ്ട്, 20 ഉണ്ട്, പിന്നെ 15 ഉണ്ട്, പിന്നെ 18% അമ്മ, ഈ രീതിയിലാണ് വരുന്നത്. പിന്നെ മലയാളം സെക്കൻഡിൽ നമുക്ക് 20 to 30, 20 to 38 ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ചാപ്റ്റർ. പിന്നെ സ്മാരകം അതുപോലെ തന്നെ മണൽക്കൂനകൾക്കിടയിലൂടെ 13 to 48 ഉണ്ട് കേട്ടോ. ഓക്കെ, 48 ഉണ്ട്. സോ
ഈ വെയിറ്റേജ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ക്ലാസ് ഇല്ല, നോട്ടില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല, ഇതൊന്നും എവിടെയാണെന്ന് കറക്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതുവരെ സ്റ്റാർട്ടും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് നമ്മുടെ ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഓണം ഓഫറായിട്ട് 10% ഡിസ്കൗണ്ടും ഉണ്ട്. നമ്മുടെ ബേസിക് ബാച്ചിലും പ്ലസ് ബാച്ചിലും ഈ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സും ലെറ്റേഴ്സ് അസസും വർക്ക്ഷീറ്റും എക്സാമും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതെല്ലാം കിട്ടും. ഇനി നമ്മുടെ പ്ലസ് ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് സെറ്റും പ്ലസ് നമ്മുടെ റിവിഷൻ ബാച്ചും ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യുക മക്കളെ. എന്നിട്ട് അടിപൊളിയായിട്ട് ഒരു സമയം ലേറ്റ് ആക്കാതെ തന്നെ പഠിച്ചു തുടങ്ങാം. കാരണം നിങ്ങൾ എത്ര നേരത്തെ പഠിക്കുന്നോ അപ്പോൾ നമുക്ക് നല്ല മാർക്സ് കിട്ടാൻ തുടങ്ങും. ആ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കിയ നമ്മുടെ ബാച്ചിലെ ടോപ്പേഴ്സാണ് ഇവരെല്ലാം. ഓക്കെ, അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾക്കും ഇനിയിപ്പോൾ 10 കഴിഞ്ഞ് +1 കഴിഞ്ഞ് +2 എത്തുമ്പോൾ നിങ്ങൾക്കും ഇതേപോലെയൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ആ ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ ഈ ഒരു 9ാം ക്ലാസ്. അടുത്ത് നമ്മൾ 10ാം ക്ലാസ്സിലേക്കൊക്കെ പോവാം. അപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ ബേസിക്സ് നിങ്ങൾ എഴുതാൻ പോകുന്ന ഫസ്റ്റ് എക്സാം ആണ് നിങ്ങളുടെ ഓണം എക്സാം. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, പഠിച്ച് നല്ല കോൺഫിഡൻസോട് എഴുതാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.